പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുമൊരു നേതാവല്ല, ഒരു രാജ്യം ഭരിക്കുന്ന വെറുമൊരു പ്രധാനമന്ത്രിയല്ല, മറിച്ച് കാലങ്ങളോളം അവിടെയുള്ള തലമുറകളെ, പൗരന്മാരെ ഒക്കെ എന്തൊക്കെയാണ് രാജ്യത്തെ സ്നേഹിക്കുന്നതിന് അല്ലെങ്കിൽ രാജ്യസ്നേഹിയായ ഒരു പൗരൻ അനുവർത്തിക്കേണ്ട നയങ്ങൾ എന്നുകൂടി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തിക രാജ്യസ്നേഹം അദ്ദേഹം പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആശയം, അങ്ങനെ ഒരു ആശയമാണ്. സാമ്പത്തിക രാജ്യസ്നേഹം ഓരോ പൗരന്മാരെയും പഠിപ്പിക്കുന്നത് താൻ ചിലവാക്കുന്ന ഓരോ രൂപയും വിവേകപൂർണമായി ചിലവാക്കണം, അത് രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ ചിലവാക്കണം എന്നതാണ്. അവിടെയാണ് സാമ്പത്തിക രാജ്യസ്നേഹം എന്ന പദത്തിന്റെ പ്രസക്തി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് നിർദ്ദേശങ്ങൾ രാജ്യത്തെ പൗരന്മാരോട് വെച്ചിരുന്നു. എങ്ങനെ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താം, തകരാതെ നിർത്താം എന്നതിനുള്ള ചില ടിപ്സുകളാണ് അദ്ദേഹം തന്റെ രാജ്യത്തെ പൗരന്മാർക്ക് നൽകിയത്. പലർക്കും അത് കേൾക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ എതിർപ്പുള്ളവർക്കെല്ലാം അത് വളരെ മോശമായ ചില തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ ഒരു ബുദ്ധിയുമില്ലാതെ ചെയ്യുന്ന തീരുമാനങ്ങൾ എന്നൊക്കെ പ്രതികരിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അതിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് സാമ്പത്തിക രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഓരോ പൗരന്മാരും അനുവർത്തിക്കേണ്ട ഒരു നയം തന്നെയാണ്. അത് ഒരു ചെറിയ കാലത്തേക്ക് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സഹായിക്കുന്ന ഒരു ആശയം കൂടിയായി മാറുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ഉലയ്ക്കുമ്പോൾ ഭാരതത്തിന്റെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കാൻ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ധന ഉപയോഗം കുറയ്ക്കുക, സ്വർണ്ണ നിക്ഷേപം നീട്ടിവെക്കുക, അത്യാവശ്യമല്ലാത്ത വിദേശ യാത്രകൾ ഒഴിവാക്കുക തുടങ്ങി മുന്നോട്ട് വെച്ച 7 അഭ്യർത്ഥനകൾ. അത് ചെലവ് ചുരുക്കാനുള്ള വെറും ഒരു നിർദ്ദേശമല്ല, മറിച്ച് രാജ്യത്തോടുള്ള ഓരോ പൗരന്മാരുടെയും കടപ്പാട്, പ്രതിബദ്ധത ഇത് തെളിയിക്കാനുള്ള ആഹ്വാനമാണ്. ഇത് സാമ്പത്തികമായ ഇടുങ്ങലല്ല, മറിച്ച് സാമ്പത്തിക രാജ്യസ്നേഹം, എക്കണോമിക് പാട്രിയോട്ടിസം ആണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഓരോ ഭാരതീയനും വിവേകപൂർവ്വം ചിലവാക്കുന്ന ഓരോ രൂപയും രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരത്തിന് കരുത്താവും. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ലോകത്തെ നിർണായക വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ വിദേശ നാണ്യശേഖരം ചോരാതെ കാക്കുക എന്നത് ഭാരതത്തിലെ ഓരോ പൗരന്റെയും അതോടൊപ്പം ഭാരതത്തിലെ ഭരണാധികാരികളുടെയും കടമയാണ്. ആഡംബരപൂർണമായ വിദേശ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ വേണ്ട, അനാവശ്യമായ സ്വർണ്ണ വാങ്ങലുകൾ ഒഴിവാക്കുക. ഇതിലൂടെ വിദേശ നാണ്യം രാജ്യത്തിനകത്ത് തന്നെ നിലനിർത്താൻ സാധിക്കും. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കാൻ വർക്ക് ഫ്രം ഹോം രീതികളും കാർ പൂളിംഗും പ്രോത്സാഹിപ്പിക്കണം എന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പരിസ്ഥിതി സൗഹൃദം എന്നതിലുപരി രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ്. ഭാരതം ഇറക്കുമതി ചെയ്യുന്ന വളങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, പ്രകൃതി കൃഷിയിലേക്ക് മാറുക. കർഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ട മറ്റു കാര്യങ്ങളാണ്. ലോക്കൽ ഫോർ വോക്കൽ ഈ മന്ത്രം ഉയർത്തിപ്പിടിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. ഇത് കോൺഗ്രസ് ഭരണകാലത്തെ പോലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക നിയന്ത്രണമല്ല, മറിച്ച് ഓരോ പൗരനും സ്വമേധയാ ഏറ്റെടുക്കേണ്ട വലിയൊരു ദൗത്യമാണ്. വിദേശത്ത് പോയി പണം ചെലവാക്കുന്നതിന് പകരം ഭാരതത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി ആഭ്യന്തര വിപണിക്ക് പുതിയൊരു ഉണർവ് ലഭിക്കും. ആഗോള സ്ഥിരത തുടരുമ്പോഴും ഭാരതത്തെ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയെ നിലനിർത്താൻ മോദി സർക്കാർ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് രാജ്യമെമ്പാടും വലിയ പിന്തുണ ലഭിക്കുന്നു. ഓരോ തുള്ളി ഇന്ധനവും ഓരോ ഗ്രാം സ്വർണവും ലാഭിക്കുന്നതിലൂടെ നാം ശക്തിപ്പെടുത്തുന്നത് ഭാരതത്തിന്റെ അതിരുകളെയും സാമ്പത്തിക അടിത്തറയുമാണ്. വരും നാളുകളിൽ ഈ സാമ്പത്തിക ജാഗ്രതയിലൂടെ ഭാരതം ലോകത്തിന് മാതൃക ആകും എന്നുറപ്പാണ്. ഇനി പറയൂ, ഇതുപോലെ ഒരു ഭരണാധികാരി, ഇത്തരം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച്, അദ്ദേഹം നമുക്ക് നൽകുന്ന നവങ്ങളായ ആശയങ്ങളെക്കുറിച്ച്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.